കാത്തിരുന്ന് കാത്തിരുന്ന് സമയം കളയാതെ കേറിയ ഉടനെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത സന്തോഷം. ഇന്നലെ SFI കൃമികീടങ്ങൾക്ക് തലസ്ഥാനച്ച് വെച്ചിട്ട് നല്ല നെരിപ്പായിട്ട് നെരിവട്ടം കിട്ടിയിട്ടുണ്ട്. നല്ല നെരിപ്പായിട്ട് നെരിവട്ടം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിൽ ഈ പറയുന്ന ലുട്ടാപ്പി റഹീമും കൂടി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, റഹീം വന്നതിൻ്റെ വക കൃമികീടങ്ങൾക്ക് 2 എണ്ണം എക്സ്ട്രാ കിട്ടി. റഹീം വന്നതിൻ്റെ വക 2 എണ്ണം എക്സ്ട്രാ കൃമികീടങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. കൃത്യമായിട്ട് പോലീസുകാർ, ഞാൻ ഈ പോലീസുകാരെ പറ്റി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. പോലീസുകാരെ ഇങ്ങനെ ഭരണം മാറി മന്ത്രിയൊക്കെ മാറുന്നതിനനുസരിച്ച് അവരുടെ ആ മെൻറ്റാലിറ്റി കൂടി മാറ്റുന്നുണ്ടല്ലോ. സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ കഴിയുന്ന മെൻറ്റാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇന്നലെ പോലീസുകാർ അങ്ങോട്ട് കയറി മേഞ്ഞ് നിരങ്ങി കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന സംഭവം വലിയ അധികം ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മുകളിൽ നിന്നുള്ള ഓർഡറാ തോന്നുന്നുണ്ട്. നല്ല നെരിപ്പായിട്ട് കൊടുക്കണം. പക്ഷേ ഇത് ക്യാമറ കണ്ണുകളിലൊന്നും പെടാൻ പാടില്ല. ക്യാമറ കണ്ണുകളിൽ പെട്ടാൽ അടിക്കുന്ന പോലീസുകാരനാണ് പ്രശ്നം ഉണ്ടാവുക. അതുകൊണ്ട് ക്യാമറ കണ്ണുകളിലൊന്നും പെടാൻ പാടില്ല. പക്ഷെ നെരിപ്പായിട്ട് കൊടുക്കുകയും വേണം എന്നുള്ള രീതിയിലാണ് നിർദ്ദേശങ്ങൾ പോയിരിക്കുന്നത്. SFIക്കാരൻ്റെയൊക്കെ അണ്ടകടാഹം കീറുന്ന രീതിയിലുള്ള കിട്ടലാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നലെ ഇപ്പോൾ ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചില ജഗപോകളാണ്. പക്ഷെ അവസാനം SFI കൃമികീടങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് പഴയതൊക്കെ ഉള്ളിലിങ്ങനെ ഓർമ്മയിലുണ്ടല്ലോ, പഴയ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലീസുകാർക്കെതിരെ നിയമ നടപടി മാത്രം മതിയോ? പോരാ, കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? കിട്ടിയത് അന്ന് ആലപ്പുഴയിലാണ് കിട്ടിയതെങ്കിൽ ഇന്ന് പാളയത്ത്. ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതൊക്കെ വീണ്ടും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു റിലാക്സേഷൻ മൂഡ്. മനസ്സിലായില്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നല്ല റിലാക്സ് ആയിട്ട് മാറാമെന്നുള്ളതാണ്. ചെന്നിത്തല പോലീസ് ഇങ്ങനെയാണോ എന്നാണ് ആര് ചോദിക്കുന്നത്? ജയരാജൻ ചോദിക്കുന്നത്. ചെന്നിത്തലയുടെ പോലീസ് ഇങ്ങനെയല്ല, ശരിക്കും കുറച്ചുകൂടി ഒന്നും കൂടി ഉഷാറാവാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഇത് സാമ്പിൾ മാത്രമാണ്. ജയരാജൻ ഇപ്പോഴേ കയറ് പൊട്ടിക്കല്ലേ. ചെന്നിത്തലയുടെ പോലീസ് പണി തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് പുറത്തെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? വരും ദിവസങ്ങളിൽ അത് കൃത്യമായിട്ട് ആ പെർഫെക്ഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെന്നിത്തലയുടെ പോലീസ് ചെയ്യുന്നതായിരിക്കും. ആ കാര്യത്തിൽ സഖാക്കൾക്ക് തർക്കമൊന്നും വേണ്ട. അപ്പോൾ സഖാക്കളോട് പറയാനുള്ളത്, സഖാക്കളെ, സംഭവം നിങ്ങൾ സമരത്തിനൊക്കെ ഇറങ്ങിക്കോളി. പിന്നെ ഇന്നലെ സമരത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആരെ മാതൃകയാക്കണം? ലുട്ടാപ്പിയെ മാതൃകയാക്കണം. ലുട്ടാപ്പി വന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് 2 അടി നിങ്ങൾക്ക് കൂടുതൽ കിട്ടി. ലുട്ടാപ്പിയുടെ ശരീരത്തിൽ എന്തെങ്കിലും വീണോ? ഒരടി വീണോ? ഇല്ലല്ലോ. അപ്പോഴേക്കും ലുട്ടാപ്പി മുങ്ങി. ലുട്ടാപ്പി മെല്ലെ സ്കൂട്ടായി അല്ലേ? അതുപോലെ സമരങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നവർ സ്കൂട്ടാവുന്നത് എങ്ങനെയാണ് എന്നുകൂടി പഠിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ സ്കൂട്ടാവുന്നവരെ തെരഞ്ഞു പിടിച്ച് അണ്ടകടാഹം പൊളിക്കാനുള്ള നിർദ്ദേശമാണ് മുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ സമരത്തിനൊക്കെ ഇറങ്ങിക്കോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇരുന്ന് കൈയും കെട്ടി ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും, നല്ല ആസ്വദിക്കാൻ കഴിയും എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തെ കാര്യത്തിൽ പോരാ എന്നുള്ള ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. എന്താ പറയേണ്ടത്, നമ്മളൊരു വലിയ എന്താ പറയേണ്ടത്, തൃശ്ശൂർ പൂരം മനസ്സിൽ കരുതിയതായിരുന്നു. പക്ഷെ കിട്ടിയതാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടില്ലേ, സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അത് പോരാ എന്നുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല. സാമ്പിൾ കണ്ടപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിട്ടാണല്ലോ സിനിമയ്ക്ക് പോകുന്നത്. അതുപോലെ സാമ്പിൾ കണ്ടപ്പോൾ വരാൻ പോകുന്നത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകും എന്നുള്ള
കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം തൽക്കാലം സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കുറച്ചുകൂടി ജയരാജൻ പറഞ്ഞതുപോലെ തന്നെ ചെന്നിത്തലയുടെ പോലീസ് ഒന്നുകൂടി കാര്യങ്ങളെ ഒരു ഉഷാറാക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ്. വെറുതെ അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത്, ഒന്നും അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കാട്ടിക്കുട്ടിയതൊക്കെ അത് ഒരുപാട് അങ്ങനെ അങ്ങോട്ട് വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ആ കടങ്ങളൊക്കെ അങ്ങോട്ട് തീർക്കണം. കാരണം കടങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സിനൊരു ശാന്തത ഉണ്ടാവില്ല അല്ലേ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ നിന്നാലും ആ കടങ്ങളെക്കുറിച്ച് വല്ലാത്ത ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ആ കടങ്ങളൊക്കെ അങ്ങോട്ട് തീർത്തിട്ട് പെടുന്നതിനെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കടങ്ങൾ ആദ്യം തീർക്കുകയാണ്, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ആദ്യം കടങ്ങൾ തീർക്കുക, പിന്നീട് മറ്റുള്ള പറഞ്ഞ ജനക്ഷേമ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അങ്ങനെ 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 പോവുക. അപ്പോൾ കാരണം ഈ കടങ്ങൾ തീർത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇതിങ്ങനെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ അലട്ടും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിയ ഉടനെ ഈ കടങ്ങളൊക്കെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ് നയം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഗത്ത് നിന്ന് എണ്ണി എണ്ണി ഇങ്ങനെ വരുന്നുണ്ട്, ഓരോന്ന് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, ഓരോന്ന് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി വരും ദിവസങ്ങളിൽ വരും, കാത്തിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇടക്കിടക്ക് ഈ മാലപ്പടക്കത്തിന് തിരികൊളുത്തും പോലെയുള്ള പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ പലയിടങ്ങളിൽ നിന്ന് കേൾക്കാനും സാധിക്കും. എന്താണെങ്കിലും സംഭവം കളറായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മാസ് മസാല എൻ്റർടൈനർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മാസ് മസാല UDF ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത്രയും കൃത്യമായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കരുതലുണ്ട്, പിന്നെ എന്താ പറയണ്ടേ, ഡ്രാമയുണ്ട്, എവ്രിതിങ് ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഡ്രാമ നമ്മൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഭയങ്കര സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിൽ കൂട്ടത്തിൽ വയലൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് UDF ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഈ പടം ഇത് ഹിറ്റടിക്കാനുള്ള പടമാണ്. ഇത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, ബോക്സ് ഓഫീസ് ഹിറ്റൊക്കെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഹിറ്റടിക്കാനുള്ള പടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സഖാക്കൾക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സമരത്തിനൊക്കെ ഇറങ്ങിക്കോ. മനസ്സിലായില്ലേ? സമരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന തെരുവിലിറങ്ങിയിട്ട് കൂടുതൽ ഇങ്ങനെ നകളിപ്പൊക്കെ കാണിക്കുമ്പോൾ മുങ്ങാൻ കൂടി പഠിക്കുന്നത്, സ്കൂട്ടാവാൻ പഠിച്ചിട്ട് അതിന് ഇനിയിപ്പോൾ പ്രത്യേകം AKG സെൻറ്ററിൽ ഒരു യൂണിവേഴ്സിറ്റി അതിനു വേണ്ടി തുടങ്ങേണ്ടി വരും. സ്കൂട്ടാവുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാക്കി എടുത്ത് അതിൽ എന്താ പറയേണ്ടത്, ഗവേഷണങ്ങളൊക്കെ നടത്തി പ്രത്യേകം പരിശീലനങ്ങളൊക്കെ നൽകി എങ്ങനെ സ്കൂട്ടാവാം, അടി കിട്ടാതെ എങ്ങനെ കൈച്ചിലാവാം, തടി എങ്ങനെ കൈച്ചിലാക്കാം എന്നതിനെക്കുറിച്ചൊരു ഒരു പഠനം അത് സംഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വലിയ പരിക്കുകൾ പറ്റും. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടി CPM ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്നലെ കണ്ട ആ ഒരു സാമ്പിൾ വെടിക്കെട്ട് പ്രകാരമാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആക്ഷൻ എൻ്റർടൈൻമെൻറ്റുകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? വയലൻസ് കുത്തി നിറച്ച സിനിമ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്താണെങ്കിലും പ്രേക്ഷകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ സിനിമക്കൊക്കെ കയറിയിട്ട് ഇറങ്ങിയിട്ട് റിവ്യൂ ഒക്കെ ചോദിക്കുമ്പോൾ പറയുമല്ലോ, കൊടുത്ത കായ് മുതലായി, ടിക്കറ്റിനുള്ളതുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെ അതിലും കൂടുതൽ അതിക്കും മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ പെർഫോമൻസ് എന്നുള്ളതാണ്. ലുട്ടാപ്പി കൂടി വന്നിട്ട് കൃമികീടങ്ങൾക്ക് ഒരു 2 അടി ലുട്ടാപ്പി വന്നതിൻ്റെ പേരിൽ എക്സ്ട്രാ കിട്ടി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്താണെങ്കിലും ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്